ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട വലിയ സഹോദരങ്ങളെ, ഇവിടെ കൂടിയിരിക്കുന്ന കർത്താവിൽ വാത്സല്യമുള്ളവരെ, ദൈവനാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും വലിയൊരു അഭയസ്ഥാനമായിരിക്കുന്ന പരിശുദ്ധനായ പരിമളത്തിരുമേനിയുടെ അദൃശ്യമായ സാന്നിധ്യമുള്ള ഈ സ്ഥലത്ത് ഇന്ന് ഇവിടെ കടന്നുവന്ന് അല്പസമയം ഒരു വിശ്വാസ പഠന ക്ലാസ് നടത്താൻ ലഭിച്ച കൃപയ്ക്കായി ആദ്യമേ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ ആളുകൾ വേദപുസ്തകം പഠിക്കുക അഥവാ വിശ്വാസം പഠിക്കുക എന്നുള്ളത് കുറച്ച് മടിയുള്ള ഒരു സംഗതിയാണ്. പലപ്പോഴും നമ്മളൊക്കെയും പല പ്രസംഗങ്ങൾ കേട്ട് ഇങ്ങനെ ജീവിക്കുമെങ്കിലും നമ്മുടെ സഭയുടെ വിശ്വാസ കാര്യങ്ങൾ പഠിക്കുവാനും അതാഴമായി മനസ്സിലാക്കുവാനും നമ്മളിൽ പല ആളുകളും ഒരു വിമുഖത കാണിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ടാണ് ഒരു പരിധിവരെ ഇന്ന് മറ്റ് ചില സഭാ വിഭാഗങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ഒരു നിശ്ചയവുമില്ലാതെ പലപ്പോഴും നമ്മുടെ മനസ്സിൽ പല സംശയങ്ങളും ഉണ്ടാകും. ആ ഒരു രീതിയിൽ നമ്മുടെ ഈ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ പരിമല ദേവാലയത്തിൽ എല്ലാ ബുധനാഴ്ചയും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നടത്തുന്നത് നിശ്ചയമായിട്ടും നമുക്കെല്ലാവർക്കും ഏറ്റവും നല്ല ഒരു അനുഭവമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ രീതിയിൽ നമ്മുടെ ദേവാലയത്തിൽ ഈ വിശ്വാസ പഠന ക്ലാസ് ആരംഭിച്ച ഇതിൻ്റെ ഭാരവാഹികളെ ഞാൻ ഈ സമയത്ത് അഭിനന്ദിക്കുകയും ചെയ്തു. ഇന്നത്തെ എൻ്റെ വിഷയം, ആധുനിക കാലത്ത് നമ്മളിൽ നല്ല ഒരു ശതമാനം ആളുകൾ വളരെ നിസ്സാരമായി കണക്കാക്കുന്ന ഒരു ശ്രേഷ്ഠമായ കൂദാശയെ പറ്റിയാണ്. നമ്മുടെ സഭയുടെ പ്രധാനപ്പെട്ട 7 കൂദാശകളിൽ ഒരു കൂദാശയാണല്ലോ കുംഭസാരം. അപ്പോൾ ഈ കുംഭസാരത്തെ പറ്റി ഇന്നത്തെ മറ്റ് പല സഭകളും അതിൻ്റെ ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ പല ആളുകളും അതിനെ നിസ്സാരവൽക്കരിച്ച് വെറും ചടങ്ങായിട്ട് മാത്രം മാറ്റുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ട് കുംഭസാരത്തിൻ്റെ വിവിധ കാര്യങ്ങളെപ്പറ്റി ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ദൈവത്തിന് ശരണപ്പെടുകയാണ് ചെയ്യുന്നത്. പാപത്തിൽ വീണുപോയ മനുഷ്യന് പാപബോധവും പശ്ചാത്താപവും അനുതാപവും വഴി ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ ദൈവം വീണ്ടും അവസരം തരുന്നു എന്നതാണ് വേദപുസ്തകത്തിലെ മുഖ്യ സന്ദേശം. ഞാനൊന്നുകൂടി പറയാം. പാപത്തിൽ വീണുപോയ മനുഷ്യന് പാപബോധവും പശ്ചാത്താപവും അനുതാപവും വഴി ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ ദൈവം വീണ്ടും അവസരം നൽകുന്നു എന്നുള്ളതാണ് വേദപുസ്തകത്തിലെ മുഖ്യ സന്ദേശം. നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ യേശുതമ്പുരാന്റെ അടുക്കലേക്ക് പശ്ചാത്തപിച്ച് വന്നവരുടെ പാപം മോചിച്ചു നൽകിയ പല സംഭവങ്ങളും വേദപുസ്തകത്തിലുണ്ട്. അപ്രകാരം ഇന്ന് പാപമോചനം പ്രാപിക്കുവാൻ വേണ്ടി സഭയിൽ നിലവിലിരിക്കുന്ന സൗഖ്യദായകമായ ഒരു കൂദാശയാണ് കുംഭസാരം. അതുകൊണ്ട് ഈ കുംഭസാരത്തെ പറ്റി നമ്മൾ കുറച്ചെങ്കിലും ഒന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഞാൻ ആമുഖമായി നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ.
ആദ്യമായിട്ട് ഈ കുമ്പസാരത്തെ പറ്റി മനസ്സിലാക്കുന്നതിന് മുൻപ് ഈ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നാം പഠിക്കണം. അപ്പോൾ ഒന്നാമത്തെ ഒരു വിഷയം, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോഴും പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകൾ വായിക്കുമ്പോഴും മനുഷ്യന്റെ സൃഷ്ടിക്ക് മുൻപ് ലോകവും ഒരു വാഴ്ചയും ഉണ്ടായിരുന്നു. ആ വാഴ്ച ദൈവവും മാലാഖമാരും മാത്രമുള്ളതായിരുന്നു. ഒന്നുകൂടി പറയാം, മനുഷ്യന്റെ സൃഷ്ടിക്ക് മുൻപ് ലോകവും ഒരു വാഴ്ചയും ഉണ്ടായിരുന്നു. ആ വാഴ്ച ദൈവവും മാലാഖമാരും മാത്രമുള്ളതായിരുന്നു. പിതാവിന്റെ സന്നിധിയിൽ 10 വൃന്ദം മാലാഖമാർ ഉണ്ടായിരുന്നു. അതിപ്രകാരമാണ്: 1 ന്യൂറോനെ മാലാഖമാർ, 2 സ്രോപ്പെ മാലാഖമാർ, 3 ക്രോബെ മാലാഖമാർ, 4 മൗദ്ബെ മാലാഖമാർ, 3 മോറോവോസെ മാലാഖമാർ, 5 സുൽത്തോനെ മാലാഖമാർ, 6 ഹൈലോവോസെ മാലാഖമാർ, 7 റീസേനുവോസെ മാലാഖമാർ, 9 റീസു മാലാഖമാർ, 10 മാലാഖമാർ. ഇങ്ങനെ 10 വൃന്ദം മാലാഖമാർ ദൈവത്തിന്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നു. ഈ 10 വൃന്ദം മാലാഖമാരിൽ ആദ്യത്തെ ഗണമായ ന്യൂറോനെ മാലാഖമാർ അഹങ്കരിച്ച് വീണുപോയി എന്ന് നമ്മളെ വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഞാനൊന്നുകൂടി പറയാം, ദൈവത്തിന്റെ സന്നിധിയിലുള്ള 10 വൃന്ദം മാലാഖമാരിൽ ആദ്യത്തെ വൃന്ദം മാലാഖമാർ ദൈവത്തോട് അഹങ്കരിച്ച് നിഗളിച്ച് വീണുപോയി എന്ന് വേദപുസ്തകവും പിതാക്കന്മാരും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിനെപ്പറ്റി 2 വേദവാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. ഒന്നാമത്തെ വേദഭാഗം യെശയ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായം 11-ാം വാക്യം. അവിടെ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്: നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി, നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ പറഞ്ഞത്. 2-ാമത്തെ വാക്യത്തിൽ 2 പത്രോസ് 2:4 വായിക്കുന്നുണ്ട്: പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ കൽപ്പിച്ചിരിക്കുന്നു. ഈ 2 വേദവാക്യം വായിക്കുമ്പോൾ ഒരു സംഘം മാലാഖമാരുടെ നിഗളം മൂലം പിതാവായ ദൈവം തമ്പുരാൻ അവരെ സ്വർഗത്തിൽ നിന്ന് പാതാളത്തിലേക്ക് മാറ്റിയിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കുവാൻ സാധ്യമാകും. ഇപ്രകാരം നിഗളം മൂലം ദൈവത്തോട് മത്സരിച്ച ഒരു സംഘം മാലാഖമാരാണ് പിശാചുക്കൾ. അപ്രകാരം നഷ്ടപ്പെട്ടു പോയ മാലാഖമാരുടെ സ്ഥാനം പൂരിപ്പിക്കുവാൻ വേണ്ടി ദൈവം തമ്പുരാൻ ദൈവത്തിൻ്റെ സ്വന്തം സ്വരൂപത്തിൽ സൃഷ്ടിച്ചവരാണ് ആര്? മനുഷ്യൻ. അപ്പൊ മനുഷ്യവർഗം ഈ ലോക ജീവിതത്തിന് ശേഷം ദൈവത്തെങ്കിലേക്ക് എത്തിച്ചേരുക എന്നതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. എന്നാൽ മനുഷ്യന് നിത്യനായ ഒരു ശത്രുവുണ്ട്, അതാണ് പിശാച് അല്ലെങ്കിൽ സാത്താൻ. അപ്പോൾ നഷ്ടപ്പെടുത്തിയ തങ്ങളുടെ സ്ഥാനത്ത് മനുഷ്യന് വരുന്നത് സാത്താൻ ഇഷ്ടമല്ലാത്തതിനാൽ ആദാമിനെ ഹവ്വായെയും മനഃപൂർവ്വം സാത്താൻ പാപം ചെയ്യിക്കുകയുണ്ടായി. അപ്പോൾ സാത്താന്റെ ഇഷ്ടത്തിന് വിധേയമാകുന്നതിനാണ് പാപമെന്ന് പറയുന്നത്. സാത്താന്റെ ഇഷ്ടത്തിന് കീഴ്പ്പെടാതിരിക്കുന്നതിന് പോരാട്ടമെന്നും പറയുന്നു. ഇപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ദൈവത്തിൻ്റെ 10 വൃന്ദ മാലാഖമാരിൽ
നിഗളം മൂലം പാതാളത്തിലേക്ക് പോയ ഒരു സംഘം മാലാഖമാരുടെ സ്ഥാനത്തേക്കാണ് ദൈവം തമ്പുരാൻ എന്നെ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷേ ആ സ്ഥാനത്ത് മനുഷ്യൻ ഇരിക്കുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് മനുഷ്യനെ സാത്താൻ എപ്പോഴും പാപം ചെയ്യിപ്പിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടേയിരിക്കുന്നു. ഇതാണ് പാപം. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ദുഷ്ടാത്മ സേനകളോടാണെന്ന് പറയുന്നു. അപ്പോൾ ഒന്നാമതായി ഇതാണ് ദൈവവും മനുഷ്യനുള്ള ബന്ധം. ഇപ്പോൾ കുമ്പസാരത്തെ പറ്റി പഠിക്കുന്നതിന് മുൻപായിട്ട് ആദ്യം മനസ്സിലാക്കണം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ള കാര്യം. രണ്ടാമതായിട്ട് പാപം എന്നാൽ എന്താണ്? മൺമേരായ മനുഷ്യർ ദശേന്ദ്രിയങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. 5 ഇന്ദ്രിയം പുറമേയുണ്ട്, 5 ഇന്ദ്രിയം അകമേയുണ്ട്. അപ്പോൾ പുറമേയുള്ള ഇന്ദ്രിയങ്ങൾക്ക് വിളിക്കും ബാഹ്യേന്ദ്രിയങ്ങൾ. ഏതാണ് ബാഹ്യേന്ദ്രിയങ്ങൾ? കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക്. ഇത് ബാഹ്യേന്ദ്രിയങ്ങളും. ആന്തരേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി, മനസ്സ്, ഓർമ്മ, സങ്കല്പം, വിവേകം. ഒന്നുകൂടി പറയാം. ബാഹ്യേന്ദ്രിയങ്ങൾ കണ്ണ്, മൂക്ക്, ചെവി, ത്വക്ക്, നാക്ക്. ആന്തരേന്ദ്രിയങ്ങൾ ബുദ്ധി, മനസ്സ്, ഓർമ്മ, സങ്കല്പം, വിവേകം. ഈ ബാഹ്യേന്ദ്രിയങ്ങളുടെയും പഞ്ചേന്ദ്രിയങ്ങളുടെയും സംയോജന കവലയിലാണ് ആത്മാവ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് മനുഷ്യൻ സൃഷ്ടാവിങ്കിൽ ചെന്നെത്തണം. ഇതിനായി യേശു തമ്പുരാൻ, യേശുക്രിസ്തു എന്ന വഴി നമുക്ക് നൽകിയിരിക്കുന്നു. ചെന്നെത്താതിരിക്കാനും വേണ്ടിയ സാത്താന്റെ തന്ത്രങ്ങളായ ജഡീക ഇമ്പങ്ങളാകുന്ന മോഹങ്ങൾ നമ്മളെ എപ്പോഴും ആടി വിളിക്കുകയും ചെയ്യും. അതുകൊണ്ട് മനുഷ്യന്റെ ദശേന്ദ്രിയങ്ങൾ ബലഹീനമാകയാലും ലോകത്തോട് സ്വതവേ ചായ്വുള്ളതിനാലും സാത്താന്റെ വഴിയിലേക്ക് പുറമേയുള്ള ഇന്ദ്രിയങ്ങൾ വശംവദമാകുന്നു. ഇതാണ് പാപം. ഒന്നുകൂടി പറയാം. നമ്മുടെ ബാഹ്യേന്ദ്രിയങ്ങൾ കൊണ്ടും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും സാത്താന്റെ ഇമ്പങ്ങളോട് താല്പര്യം കാണിക്കുന്നതാണ് പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ദശേന്ദ്രിയങ്ങൾ ബലഹീനമായതുകൊണ്ടും മനുഷ്യന് പൊതുവേ സാത്താന്റെ വഴിയിലേക്ക് ഒരു ചായ്വുള്ളതിനാലും നമ്മൾ നമ്മുടെ ദശേന്ദ്രിയങ്ങൾ കൊണ്ട് പാപം ചെയ്തു പോകുന്നു. ഇതാണ് പാപം. അപ്പോൾ കുമ്പസാരത്തെ പറ്റി മനസ്സിലാക്കുന്നതിന് മുൻപായി ആദ്യമായി ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണ്? 2, പാപം എന്നാൽ എന്ത്? ഈ പാപത്തിന്റെ പരിഹാരം എന്ത്? നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ നമ്മുടെ ആത്മാവിനെ മുറിപ്പെടുത്തുന്നതാണ്. പാപങ്ങൾ നമ്മുടെ ആത്മാവിനെ മുറിപ്പെടുത്തുന്നതാണ്. ഈ മുറിവുകൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെ തുടച്ചു കളയണം. അതുകൊണ്ട് പാപം ചെയ്ത ആളുകൾ ആ പാപം വാ കൊണ്ട് ഏറ്റുപറയണം. ഈ ഏറ്റുപറച്ചിലാണ് കുമ്പസാരം. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞാൽ ആ പാപം വാ കൊണ്ട് തന്നെ ഏറ്റുപറയണം. ഇതാണ് കുമ്പസാരം. ഒന്നാമതായി ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി. 2, പാപം എന്നാൽ എന്ത് എന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ പാപത്തിന്റെ പരിഹാരം എന്ത്? ചെയ്ത പാപങ്ങൾ വാ കൊണ്ട് ഏറ്റുപറയുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഇനിയും പാപം എങ്ങനെയാണ് ഉപേക്ഷിക്കേണ്ടത്? അപ്പൊ നമ്മൾ 2 കാര്യം മനസ്സിലാക്കി. ദൈവവും മനുഷ്യനുമുള്ള ബന്ധം. 2, പാപം. ഇനി 3, ഈ പാപം എങ്ങനെയാണ് ഉപേക്ഷിക്കേണ്ടത്? സദൃശ്യവാക്യങ്ങൾ 28-ാം അധ്യായം 13-ാം വാക്യം. അവിടെ ഇപ്രകാരം വായിക്കുന്നുണ്ട്:
തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. വീണ്ടും വായിക്കുന്ന 1 യോഹന്നാൻ 1:9, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നു എങ്കിൽ അവ നമ്മോട് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ വിശ്വസ്തനും നീതിമാനുമാവും. അപ്പോൾ ഈ 2 വാക്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ നാം തന്നെ നിശ്ചയമായിട്ടും ഏറ്റുപറയണം. ഈ ഒരു ചിന്ത എല്ലാ ക്രിസ്തീയ വിഭാഗങ്ങളും യോജിക്കുന്നുണ്ടെങ്കിലും യോജിക്കാത്ത ഒരു കാര്യമുണ്ട്. ഇത് ആരുടെ പക്കലാണ് ഏറ്റുപറയേണ്ടത്? പാപം ചെയ്യുന്ന ആളുകൾ അത് ഏറ്റുപറയണമെന്ന് എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും പഠിപ്പിക്കുന്നുണ്ടെങ്കിലും യോജിക്കാത്ത ഒരൊറ്റ വിഷയമുണ്ട്. ഇത് ആരുടെ അടുക്കലാണ് നമ്മൾ ഏറ്റുപറയേണ്ടത്? അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ്, എവിടെയാണ് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പാപങ്ങൾ ഏറ്റുപറയേണ്ടത് പിതാവായ ദൈവത്തോടാണ്. എന്തെന്നാൽ പാപത്തിൻ്റെ മോചനം നൽകേണ്ടത് ആരാണ്? ദൈവമാണ്. പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, 32-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ, ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചു വച്ചില്ല, എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഒന്നുകൂടി വായിക്കാം, 32-ാം സങ്കീർത്തനം 5-ാം വാക്യം, ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എന്നാൽ അകൃത്യം മറച്ചു വച്ചില്ല, എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഈ വാക്യത്തിലൂടെ ദാവീദ് പറയുന്നത് യഹോവയോടാണ് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയേണ്ടത്. എന്നാൽ പഴയ നിയമത്തിൽ യഹോവയോട് നേരിട്ട് ആരും ഏറ്റുപറയുന്നതായി നമ്മൾ കാണുന്നുമില്ല. അതിനെപ്പറ്റി നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ വീണ്ടും ഒരു വാക്യമുണ്ട്. സംഖ്യാപുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. നീ ഇസ്രായേൽ മക്കളോട് പറയുക, ഒരു പുരുഷനോ സ്ത്രീയോ യഹോവയോട് ദ്രോഹിച്ച് മനുഷ്യരുടെ ഇടയിൽ നടപ്പുള്ള വല്ല പാപവും ചെയ്തിട്ട് കുറ്റക്കാരനായാൽ ചെയ്ത പാപം അവർ ഏറ്റുപറയണം. പാപശാന്തിക്കായി മുതലും അതിൻ്റെ 5-1 അകൃത്യം ചെയ്തവന് കൊടുക്കണം. പ്രായശ്ചിത്തത്തിനായി ആട്ടുകൊറ്റനെ അർപ്പിക്കണം. അത് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. 5ഉം 6ഉം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ യഹോവയോട് പാപം ഏറ്റുപറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം യഹോവയുടെ പുരോഹിതന്റെ അടുക്കൽ പാപങ്ങളെ ഏറ്റുപറയുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പഴയ നിയമം പഠിക്കുമ്പോൾ യഹോവയുടെ പാപം ഏറ്റുപറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം യഹോവയുടെ പുരോഹിതന്മാരുടെ പാപങ്ങളെ ഏറ്റുപറയുക എന്നുള്ളതാണ്. ഈ വാക്യം നാം പഠിക്കുമ്പോൾ 3-4 കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധ്യമാകും. 1, പാപം ചെയ്ത വ്യക്തി യഹോവയുടെ കൂടാരത്തെങ്കിലേക്ക് വരണം. 2, പാപങ്ങളെ പുരോഹിതന്റെ അടുക്കൽ ഏറ്റുപറയണം. 3, പ്രായശ്ചിത്തത്തിനായി ആട്ടുകൊറ്റനെ കൊണ്ടുവരണം. 4, പുരോഹിതൻ അതിനെ പാപപരിഹാര ബലിയായി അർപ്പിക്കണം. 5, പുരോഹിതൻ അവന് പാപമോചനം കൊടുത്ത് അവനെ അനുഗ്രഹിക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ യഹോവ അവൻ്റെ പാപങ്ങളെ ക്ഷമിക്കുകയും ചെയ്യും. അപ്പോൾ പഴയ നിയമത്തിൽ ഒരു വ്യക്തി പാപം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പരിഹാരാർത്ഥം യഹോവയുടെ കൂടാരത്തിലേക്ക് വന്ന് പുരോഹിതന്റെ അടുക്കൽ പാപത്തിൻ്റെ പരിഹാരത്തിനായി ബലിവസ്തുക്കൾ അർപ്പിച്ചിട്ട് പുരോഹിതന്റെ അടുക്കൽ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനാവധിയായ പുരോഹിതൻ
ആ പാപം ചെയ്ത വ്യക്തിക്ക് പാപത്തിന്റെ മോചനം കൊടുക്കുന്നു പഴയ നിയമത്തിൽ. ഇനിയും പുതിയ നിയമത്തിൽ എങ്ങനെ? പുതിയ നിയമസഭയിൽ പാപമോചന അധികാരം ഉള്ളത് യേശുക്രിസ്തുവിന് മാത്രമാണ്. വിശുദ്ധ മത്തായി 28:18 വായിക്കുന്നു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സർവ്വ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സർവ്വ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ മത്തായി 9-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പക്ഷപാത രോഗിയെ യേശു സൗഖ്യമാക്കിയപ്പോൾ അദ്ദേഹം പറയുന്നു, ഭൂമിയിൽ മനുഷ്യപുത്രന് പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ചുരുക്കം പേര് പറയും, പാപങ്ങൾ കർത്താവിനോട് മാത്രമേ നേരിട്ട് പറയുവാൻ സാധിക്കൂ, പട്ടക്കാരന് മുൻപാകെ വേണ്ട എന്ന് പഠിപ്പിക്കുന്നു. നമുക്കിതിനെന്ത് മറുപടി കൊടുക്കാം? ഇപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ സ്ഥാനാപതിയായ പുരോഹിതന്റെ അടുക്കൽ വന്ന പാപങ്ങൾ ഏറ്റുപറയണം. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന് മാത്രമേ ഈ അധികാരമുള്ളൂ എങ്കിലും അതിനുശേഷം യേശു തമ്പുരാൻ ഈ അധികാരം ആർക്കെങ്കിലും കൊടുത്തോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അവൻ അവരുടെ മേൽ ഊതി അവരോട്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. അതുപോലെ അതിനോട് ചേർന്നൊരു വാക്യം കൂടി വിശുദ്ധ മത്തായി 18:18, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അപ്പോൾ ഈ രണ്ട് വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ യേശു തമ്പുരാൻ തനിക്ക് ലഭിച്ച അധികാരങ്ങൾ ആർക്ക് കൊടുക്കുന്നു? ശിഷ്യന്മാർക്ക് കൊടുക്കുന്നു. യേശു തമ്പുരാൻ ക്രൂശിൽ മരിച്ച് ഉയർത്തപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സർവ്വ അധികാരവും യേശുക്രിസ്തുവിന് ലഭിച്ചെങ്കിൽ ആ അധികാരം തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നതായിട്ടാണ് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ശിഷ്യന്മാർക്ക് രണ്ട് കടമയുണ്ട്: സ്നാനപ്പെടുത്തുക, പാപമോചനം കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വീണ്ടും ഒരു വാക്യമുണ്ട്, വിശുദ്ധ മത്തായി 19:28 വായിക്കുന്നുണ്ട്, മനുഷ്യപുത്രൻ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ 12 ഗോത്രങ്ങളെയും ന്യായം വിധിക്കും. ഇതിൻ്റെ അർത്ഥം തനിക്ക് ലഭിച്ച സർവ്വ അധികാരവും നടത്തുവാൻ താൻ രാജാവായി സിംഹാസനത്തിൽ ഇരിക്കുകയും തനിക്ക് വേണ്ടി സഭയെ നടത്തുവാൻ മന്ത്രിമാരായി അപ്പോസ്തലന്മാരെ നിയമിക്കുകയും ചെയ്തു. തന്നെയുമല്ല, യേശുതമ്പുരാൻ സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞ് ഒരു മനുഷ്യൻ പോലും യേശുക്രിസ്തുവിനോട് നേരിട്ട പാപങ്ങൾ ഉപേക്ഷിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് യേശുക്രിസ്തു ആരെ അധികാരപ്പെടുത്തിയോ അവരോടാണ് പാപങ്ങൾ ഏറ്റുപറയുന്നത്. എന്നൊന്നുകൂടി പറയാം, പഴയ നിയമസഭയിൽ ദൈവത്തിന് മാത്രമുള്ള അധികാരം ദൈവത്തിൻ്റെ പുരോഹിതന് ദൈവം തമ്പുരാൻ കൊടുത്തു. പുതിയ നിയമസഭയിൽ യേശുക്രിസ്തുവിന് മാത്രമുള്ള അധികാരം ആർക്ക് കൊടുത്തു? ശിഷ്യന്മാർക്ക് കൊടുത്തു. ഇനിയും നാലാമത്തെ ഒരു ചിന്ത, അപ്പോസ്തലന്മാർക്ക് ശേഷം ഈ അധികാരം ആർക്ക് കൊടുത്തു? നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കണം. ആദ്യമായി ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണ്, പാപം എന്താണ്,
അതിൻ്റെ പരിഹാരം എന്താണ്? അത് ആരുടെ അടുക്കൽ ഏറ്റു പറയണം? ഇത്രയും പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ദൈവത്തിന് മാത്രമുള്ള അധികാരമാണ് പാപങ്ങളെ മോചിക്കുക എന്നുള്ളത്. പക്ഷേ പഴയ നിയമസഭയിൽ ആ ദൈവം തമ്പുരാൻ പുരോഹിതന് കൊടുത്തു. പുതിയ നിയമസഭയിൽ യേശുക്രിസ്തുവിനുള്ള അധികാരം യേശു തമ്പുരാൻ തൻ്റെ ഈ ലോകവാസത്തിന് ശേഷം ആർക്ക് കൊടുത്തു? ശിഷ്യന്മാർക്ക് കൊടുത്തു അധികാരം. ഇനിയും നാലാമത്തെ നമ്മുടെ ചിന്ത, അപ്പോസ്തലന്മാർക്ക് ശേഷം ഈ അധികാരം ആർക്ക് കൊടുത്തു? അപ്പോസ്തലന്മാർ ഈ അധികാരം തൻ്റെ അനന്തരഗാമികൾക്ക് ഏൽപ്പിച്ചിട്ട് പോയി. അപ്പോൾ അപ്പോസ്തലന്മാർ കൈവച്ച് ഈ അധികാരങ്ങൾ ആർക്ക് കൊടുത്തുവോ അവരുടെ അടുക്കലാണ് നമ്മൾ പാപങ്ങൾ പറഞ്ഞ് മോചിക്കേണ്ടത്. അതിനെപ്പറ്റി നമുക്ക് വായിക്കുമ്പോൾ 1 തീമോത്തിയോസ് 4:14 വായിക്കുന്നുണ്ട്. മൂപ്പന്മാരുടെ അല്ലെങ്കിൽ കശിശന്മാരുടെ കൈവപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കരുത്. മൂപ്പന്മാരുടെ അല്ലെങ്കിൽ കശിശന്മാരുടെ കൈവപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കരുത്. 2 തീമോത്തിയോസ് 1:6 വായിക്കുന്നു, അതുകൊണ്ട് എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു വാക്യം കൂടി പറയാം. തീത്തോസിന്റെ ലേഖനം 1:5, ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ച് പോന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിൽ ആക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും കശിശന്മാരെ ആക്കി വയ്ക്കേണ്ടതിനും തന്നെ. ഈ 3 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അപ്പോസ്തലന്മാർക്ക് ശേഷം പിന്തുടർച്ചക്കാരെ കശീശന്മാരെ അല്ലെങ്കിൽ പുരോഹിതന്മാരെയാണ് ഈ അധികാരം ഏൽപ്പിച്ചത്. അതിനാൽ ഇന്ന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയേണ്ടത് പുരോഹിതന്മാരോടാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ ദീനമായി കിടക്കുന്നവർ സഭയിലെ കശിശന്മാരെ വിളിക്കട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ എണ്ണ പൂശി അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. രോഗിയായി കിടക്കുന്നവർ എന്ത് ചെയ്യണം? സഭയിലെ കശിശന്മാരെ വിളിക്കട്ടെ. അവർ കശിശന്മാർ വിശ്വാസത്തോടെ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രോഗിയുടെ പാപം ക്ഷമിക്കപ്പെടും. ഇതിൽ നിന്നും നമുക്ക് 4 കാര്യങ്ങൾ പഠിക്കാം. 1, പള്ളിയിലെ കശിശന്മാർ ജനത്തിന് ആവശ്യമാണ്. 2, രോഗികളുടെ തൈലാഭിഷേകം നടത്തേണ്ടത് കശിശന്മാരാകുന്നു. 3, കശിശന്മാർ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. 4, കശിശന്മാരുടെ പ്രാർത്ഥന വഴി ഒരുവന്റെ പാപങ്ങളെ കർത്താവ് പൂർണ്ണമായി ക്ഷമിക്കുന്നു. പിതാവായ ദൈവം തമ്പുരാൻ ആ അധികാരം പഴയ നിയമത്തിലെ പുരോഹിതന് കൊടുത്തു. പുതിയ നിയമത്തിൽ യേശുതമ്പുരാന് ഉള്ള അധികാരം യേശുതമ്പുരാൻ അപ്പോസ്തലന്മാർക്ക് കൊടുത്തു. അപ്പോസ്തലന്മാർ ആ അധികാരം കശീശന്മാരെ പരമേൽപ്പിച്ചു. അതുകൊണ്ട് കശീശന്മാർ അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ അടുക്കലാണ് നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ ഏറ്റുപറയേണ്ടത്. കശീശന്മാരുടെ പ്രാർത്ഥനയിൽ കൂടി ദൈവം തമ്പുരാൻ ഒരുവന്റെ പാപങ്ങൾ ക്ഷമിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊന്നുകൂടി പറയാം. യഹോവയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഒന്നാമത്തെ കാര്യം. ദൈവത്തിൻ്റെ 10 വൃന്ദ മാലാഖമാരിൽ നിഗളിച്ച ഒരു ഗണം മാലാഖമാർ
ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ആ സ്ഥാനം പൂരിപ്പിക്കുവാൻ വേണ്ടി ദൈവം തമ്പുരാൻ തൻ്റെ സ്വരൂപത്തിൽ നമ്മെ സൃഷ്ടിച്ച് അവിടെ ആക്കി വെച്ചു. അവിടെ ആക്കി വെച്ച ആ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ വേണ്ടി പിശാച് അല്ലെങ്കിൽ സാത്താൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പിശാചിൻ്റെ ഇഷ്ടങ്ങൾക്ക് വശംവദനാകുന്നതാണ് പാപം. എന്നാൽ ആ പാപം നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനുള്ള വലിയൊരു കൃപ ദൈവം എനിക്കും നിങ്ങൾക്കും ദൈവം നൽകിയിരിക്കുന്നു. അത് നമ്മൾ പഠിച്ച മനസ്സിലായി. ഇന്നത്തെ കാലത്ത് ആ പാപങ്ങൾ ദൈവത്തിൻ്റെ സ്ഥാനാപതിയായ പുരോഹിതൻ്റെ അടുക്കൽ അത് ഏറ്റുപറയണം. അഞ്ചാമതായിട്ട് മറ്റൊരു ചിന്തയുള്ളത്, ഈ കുമ്പസാരിക്കുന്നത് പരസ്യമായിട്ടാണോ രഹസ്യമായിട്ടാണ്? വേദപുസ്തകം പഠിക്കുമ്പോൾ പാപി അവൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അത് എപ്പോഴും ഒരു വ്യക്തിയുടെ അടുക്കലാണ്. നമുക്ക് വായിക്കാം, വിശുദ്ധ മത്തായി 3:6 ഇങ്ങനെ വായിക്കുന്നു: യോർദാന്റെ ഇക്കരയിലുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവൻ്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. അപ്പോസ്തല പ്രവൃത്തികൾ 19:18 വിശ്വസിച്ചവരിൽ അനേകരും വന്ന് തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് അറിയിച്ചു. ഈ രണ്ട് സംഭവങ്ങളും വെളിപ്പെടുത്തുന്നത് രഹസ്യമായ ഏറ്റുപറച്ചിലാണ്. പ്രിയമുള്ളവരെ, പാപം പരസ്യമായി ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കുഴപ്പമാണ്. ആ പാപം കേട്ട് അത് പല സ്ഥലത്തും അവർ പ്രയോഗിക്കും. ഇല്ലെങ്കിൽ ഒരാളെ മോഷ്ടിച്ചെന്ന് കൂട്ടിക്കൂ. ഒരാൾ മോഷ്ടിച്ചു, അത് പരസ്യമായി ഏറ്റു പറയുമ്പോൾ അവൻ ജീവിതകാലം മുഴുവനും ആരാണ്? മോഷ്ടാവാണ്. ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് പുറത്തു വരുന്ന ഒരു വ്യക്തി പിന്നീട് എത്ര നല്ലവനായി ജീവിച്ചാലും നമ്മുടെ ആളുകൾ മുദ്രകുത്തും, അവൻ ജയിൽ പുള്ളിയായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഒരാൾ ചെയ്ത പാപം പരസ്യമായി ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാണ്. ജീവിതകാലം മുഴുവനും നമ്മൾ അവനെ ചിത്രീകരിക്കും, അവൻ മോഷ്ടാവാണ്. അതുകൊണ്ട് പാപം എപ്പോഴും ഏറ്റു പറയേണ്ടത് രഹസ്യമായിട്ടാണ്. ഇനി മറ്റൊരു കാര്യം, കുമ്പസാര രഹസ്യം ഒരു വൈദികന് പുറത്തു പറയുമോ എന്നുള്ളതാണ്. നമുക്ക് അറിയാമല്ലോ, നമ്മൾ പലപ്പോഴും നമ്മൾ പറയുന്നതാണ് ഒരു കുമ്പസാര രഹസ്യം പോലെ എന്ന് പറയാറുണ്ടല്ലേ. അതിന് കാരണം എന്താണ്? ഈ ലോക ചരിത്രത്തിൽ ഒരു വൈദികനും തൻ്റെ അടുക്കൽ വന്ന് കുമ്പസാരിച്ച ഒരു വ്യക്തിയുടെ പാപങ്ങൾ പരസ്യമായി പറഞ്ഞതായി ഒരു ചരിത്രവുമില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കണം, ഒരു പുരോഹിതൻ എത്ര പാപിയായിരുന്നാലും തന്നിൽ സ്ഥിതി ചെയ്യുന്ന പൗരോഹിത്യം ക്രിസ്തുവിൻ്റെതാകയാൽ അതിന് വിശുദ്ധിയുണ്ട്. പുരോഹിതൻ പാപിയാണെങ്കിൽ പോലും മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, പൗരോഹിത്യം യേശുക്രിസ്തുവിൻ്റെതാകയാൽ ആ പുരോഹിതനിൽ സ്ഥിതി ചെയ്യുന്ന പൗരോഹിത്യം ക്രിസ്തുവിൻ്റെതാകയാൽ അതിന് വിശുദ്ധിയുണ്ട്. അതുകൊണ്ട് ഒരു പുരോഹിതൻ പരസ്യമായി മുടക്കപ്പെടാത്തിടത്തോളം കാലം അദ്ദേഹം അനുഷ്ഠിക്കുന്ന ദിവ്യകർമ്മങ്ങൾ യഥാർത്ഥ കർമ്മങ്ങൾ തന്നെയാണ്. പുരോഹിതൻ പാപിയാണെങ്കിൽ പോലും അദ്ദേഹം അർപ്പിക്കുന്ന കർമ്മങ്ങൾ ദൈവം തമ്പുരാൻ സ്വീകരിക്കും എന്നുള്ളതാണ് പഠിക്കുന്നത്. തന്നെയുമല്ല, നമുക്ക് ഒരു വേദഭാഗം വായിക്കാം, വിശുദ്ധ മത്തായി 8:14 ഇപ്രകാരം വായിക്കുന്നു: കുഷ്ഠം മാറിയ രോഗിയോട് നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കുക എന്ന് പറഞ്ഞു. യേശുതമ്പുരാൻ ഒരു കുഷ്ഠരോഗിയുടെ കുഷ്ഠം മാറ്റിയിട്ട് ആദ്യം പറഞ്ഞു, നീ ആദ്യം ഒരു കാര്യം ചെയ്യണം, നീ പള്ളിയിൽ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചിട്ട് മോശ കൽപ്പിച്ച വഴിപാട് അർപ്പിക്കുക. അതിൻ്റെ അർത്ഥം പുരോഹിതന്മാരുടെ സ്ഥാനമഹിമയെ യേശുതമ്പുരാൻ പോലും ബഹുമാനിച്ചു എന്നുള്ളതാണ്. ഇപ്രകാരം ദൈവത്തിൻ്റെ സ്ഥാനാപതിയായ പുരോഹിതൻ്റെ അടുക്കൽ പോയി നമ്മൾ പാപങ്ങൾ ഏറ്റുപറയണം. പാപം പറയുന്ന ആൾ ആരായിരുന്നാലും പുരോഹിതൻ അതാരോടും വെളിപ്പെടുത്തത്തില്ല എന്നുള്ളത് ഒരു വലിയ സത്യമാണ്.
ഇനിയും എങ്ങനെയാണ് ഈ കുമ്പസാരം നടത്തേണ്ടത്? നമ്മൾ വിശുദ്ധ കുർബാനക്രമം വായിക്കുമ്പോൾ അതിനെപ്പറ്റി പല ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി, കുമ്പസാരം നടത്തേണ്ടയാൾ. പലപ്പോഴും ഞാൻ പല വള്ളി ഇരിക്കുമ്പോഴൊക്കെയും ചില ആളുകൾ പെട്ടെന്ന് ഓടി വന്നിങ്ങ് കുമ്പസാരിക്കാൻ വരും. അങ്ങനെയല്ല. കുമ്പസാരിക്കാൻ വരുന്ന ആൾ പള്ളിയിൽ വന്ന് അല്പസമയം ശാന്തമായി ഒന്ന് ഇരുന്ന് ഈ വിശുദ്ധ കുർബാനക്രമം എടുത്ത് അതിൻ്റെ അകത്തിലെ ഈ കുമ്പസാരക്രമം എന്നുള്ള ഭാഗം ശാന്തമായി വായിച്ച് ഒരുങ്ങി വരണം. അച്ഛൻ വെറുതെ ഇരിക്കുക, പെട്ടെന്ന് ഒന്ന് കാര്യം സാധിച്ചിട്ട് പോകാൻ വേണ്ടി പലരും ചെയ്യാറുണ്ട്. ഒരിക്കലും പാടില്ല. അതുകൊണ്ട് കുമ്പസാരിക്കേണ്ട രീതി എന്താണെന്ന് നമുക്കൊന്ന് ശാന്തമായി ചിന്തിക്കാം. കുമ്പസാരിക്കാൻ വരുന്ന ആൾ ആദ്യമായി ചെയ്യേണ്ടത്, പള്ളിയിലോ അല്ലെങ്കിൽ വീട്ടിലോ ഇരുന്നിട്ട് ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം. എന്തുവാ പരിശോധിക്കേണ്ടത്? നമ്മുടെ സഭയ്ക്ക് 7 കൽപ്പനയുണ്ട്. എന്തെന്നറിയാമോ 7 കൽപ്പന? ഞാനൊന്ന് വായിക്കാം. സഭയുടെ 7 കൽപ്പനകൾ. 1, ഞായറാഴ്ചകളിലും മോറാനായ മുതലായ കടപ്പെട്ട ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുക. 2, കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നോമ്പുകൾ ആചരിക്കുക. ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വിലക്കപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ കഴിക്കരുത്. പട്ടക്കാരന് മുൻപാകെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണം. 5, വിശുദ്ധ കുർബാന അനുഭവിക്കണം. 6, വിരോധിക്കപ്പെട്ട നാളുകളിൽ വിവാഹബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. വിരോധിച്ചിരിക്കുന്ന ബന്ധങ്ങളിലും മുറകളിലും വിവാഹം കഴിക്കരുത്. 7, നേർച്ചകൾ, ദശാംശം, പ്രീശിഷ മുതലായി പള്ളി സംബന്ധമായും സഭാസംബന്ധമായുള്ള എല്ലാ ഭോഗങ്ങളും കൃത്യമായി കൊടുക്കുക. ഇതാണ് സഭയുടെ 7 കൽപ്പനകൾ. അപ്പോൾ സഭയുടെ 7 കൽപ്പനകൾ. അതുപോലെ തന്നെ 14 കാരുണ്യ പ്രവൃത്തികളുണ്ട് നമ്മുടെ ഈ കുർബാന ക്രമത്തിൽ. എന്തൊക്കെയാ? പെട്ടെന്ന് വായിച്ചു പോകാം. വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുക, ദാഹിക്കുന്നവർ കുടിക്കാൻ കൊടുക്കുക, പരദേശികളെ സ്വീകരിക്കുക, നഗ്നർക്ക് വസ്ത്രം കൊടുക്കുക, രോഗികളെ സന്ദർശിക്കുക, തടവിലിരിക്കുന്നവരെ ചെന്ന് കാണുക, മരിച്ചവരെ സംസ്കരിക്കുക. വീണ്ടും ആത്മീയമായി സംശയമനസ്കായി ഉറപ്പിക്കുക, ഭോഷന്മാർക്ക് ബുദ്ധി ഉപദേശിക്കുക, പാപികളെ ഗുണദോഷിക്കുക, കുറ്റങ്ങൾ ക്ഷമിക്കുക, സങ്കടക്കാരെ സമാധാനപ്പെടുത്തുക, സഹനശക്തി കാണിക്കുക, ജീവനുള്ളവർക്കും മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഇതാണ് സഭയുടെ 14 കാരുണ്യ പ്രവൃത്തികൾ. അതുപോലെ 10 കൽപ്പനകൾ. ഇവയെല്ലാം ഒന്ന് വായിക്കണം. ഒന്നുകൂടി പറയാം. നമ്മൾ കുമ്പസാരിക്കാൻ വരുമ്പോൾ നമ്മളെ തന്നെ പരിശോധിക്കുക. സഭയുടെ 7 കൽപ്പനകൾ, 14 കാരുണ്യ പ്രവൃത്തികൾ, 10 കൽപ്പനകൾ, അതുപോലെ തന്നെ കർത്താവിന് ഗിരിപ്രഭാഷണങ്ങൾ. വിശുദ്ധ മത്തായി 5, 6, 7 അധ്യായം വായിച്ചിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ ഒരു സ്വയപരിശോധന നടത്തി നമ്മുടെ തെറ്റുകളെ നമ്മൾ കണ്ടുപിടിക്കാം. ഒരിക്കലും വേറെ ഒരാളിൻ്റെ നിർബന്ധം കൊണ്ട് കുമ്പസാരിക്കാൻ വരില്ല. സ്വന്തം രക്ഷയ്ക്കായിട്ടാണ് എന്ന ചിന്ത വേണം. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യുന്നില്ല, ആഗ്രഹിക്കാത്ത തിന്മ ചെയ്യുന്നു. അയ്യോ, ഞാൻ ഒരു അരിഷ്ട മനുഷ്യൻ. ഏത് നാഴികയിൽ മരണം എന്നെ പിടിക്കുമെന്ന ചിന്ത എന്നെ ഭരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കുമ്പസാരിക്കാൻ വരുമ്പോൾ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഒരിക്കലും വരാൻ പാടില്ല. എനിക്ക് രക്ഷ വേണമെന്നുള്ള ചിന്തയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗുണമുണ്ടാകും. അപ്പോൾ ഒന്നാമതായി നമ്മൾ ശാന്തമായി നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്? ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഞാൻ തെറ്റുകാരനല്ലേ? ഞാൻ പാപം ചെയ്തിട്ടില്ലേ എന്ന് ശാന്തമായി ചിന്തിക്കും. രണ്ടാമതായിട്ട് ഒരു അനുതാപം ഉണ്ടാകണം. ദാവീദ് പറഞ്ഞു, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമുക്കൊരു അനുതാപ ഹൃദയം ഉണ്ടാകണം. ചുങ്കക്കാരൻ പള്ളിയിലേക്ക് വന്ന്
അവൻ്റെ ഹൃദയം തകർന്ന് വിലപിച്ചു, അയ്യോ ഞാൻ പാപിയായ മനുഷ്യനാകുന്നു, എനിക്ക് ഇവിടെ നിൽക്കുവാൻ യോഗ്യതയില്ല. പ്രാണായക്കാരിയായ സ്ത്രീ എളിമയോടെ യേശുവിൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ ദാവീദിനെ പോലെ പശ്ചാത്താപത്തോടെ, ചുങ്കക്കാരനെ പോലെ ആ സങ്കട ഹൃദയത്തോടെ, പ്രാണായക്കാരിയായ സ്ത്രീയെ പോലെ എളിമയോടെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി വരുമ്പോൾ നമ്മുടെ പാപങ്ങളെ ദൈവം തമ്പുരാൻ ക്ഷമിക്കും, യാതൊരു സംശയമില്ല. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് അനുതാപത്തിൻ്റെ ഹൃദയം ഉണ്ടാകണം. 3, ഒരു തീരുമാനത്തിലെത്തണം. എന്തുവാ തീരുമാനം? ഞാൻ അനുദപിച്ച പാപങ്ങൾ ഇനി മേലാൽ ചെയ്യത്തില്ല. മുടിയൻ പുത്രൻ പറഞ്ഞു, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് പോകും. ഒരു വലിയൊരു തിരിച്ചറിവാണ്. മുടിയൻ പുത്രൻ ഇത്രയും നാള് തൻ്റെ അപ്പൻ്റെ അടുക്കൽ നകന്നകന്ന് പോയി ജീവിച്ചു. പക്ഷെ അവന് മനസ്സിലായി അവൻ്റെ പോക്ക് കൊണ്ടൊരു ഗുണമുണ്ടായി. അവൻ പറയുന്നു, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. ഈ ഒരു മടങ്ങിപ്പോക്കാണ് കുമ്പസാരം. ഒരു മനുഷ്യൻ യേശുക്രിസ്തുവിനോട് ചോദിച്ചു, നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ പാപജീവിതത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കും. എൻ്റെ യേശുവിനോട് കൂടിയുള്ള ജീവിതത്തിന് ഞാൻ ഉറച്ചു കഴിഞ്ഞു. ഇപ്പം ഞാൻ പലപ്പോഴും കുമ്പസാരിക്കുന്നവരോട് പറയും, ഓരോ കുമ്പസാരത്തിലും നമ്മുടെ പാപങ്ങളുടെ നമ്പർ ഓഫ് സിൻസ് കുറഞ്ഞു വരണം. അതുപോലെ തന്നെ പരിശുദ്ധ ജീവിതത്തിന് ആവശ്യമായ ദാനധർമ്മം, നോമ്പ്, പ്രാർത്ഥന, വേദപുസ്തക വായന, വിശുദ്ധ കുമ്പസാരം, വിശുദ്ധ കുർബാന അനുഭവം കൃത്യമായി ചെയ്യുമെന്ന് തീരുമാനിക്കുകയും ചെയ്യണം. അപ്പോൾ മൂന്നാമതായി നമുക്ക് വേണ്ടിയത് ഒരു തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. എന്താ തീരുമാനം? മുടിയൻ പുത്രനെ പോലെ ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോകും. ഇനി പഴയ ജീവിതത്തിലേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞു, ഒരുവൻ ക്രിസ്തുവിനായ അവന് പുതിയ സൃഷ്ടിയാകും, പഴയത് കഴിഞ്ഞുപോയി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ കുമ്പസാരിക്കാൻ വരുമ്പോൾ ഒരു തീരുമാനമെടുക്കണം. ദൈവമേ, ഞാൻ ഇനിയും പഴയ ജീവിതത്തിലേക്ക് ഞാൻ പോകത്തില്ല, ഒരു തീരുമാനമെടുക്കുന്നു. നാലാമതായി കുമ്പസാരിക്കാൻ വരുമ്പോൾ ഒരു കണ്ണുനീരിൻ്റെ അനുഭവം ഉണ്ടാവണം. ഞാൻ ഓർക്കുകയാണ്, ഈ കുമ്പസാരിക്കാൻ വരുന്ന ചില ആളുകൾ, അത് പുരുഷന്മാരും സ്ത്രീകളും, പല പുരുഷന്മാർ പോലും, സാധാരണ പുരുഷന്മാർക്ക് കരയുവാൻ കുറച്ച് പ്രയാസമുണ്ട്, പക്ഷേ പലപ്പോഴും എൻ്റെ അടുക്കൽ വന്ന പല പുരുഷന്മാർ പോലും വളരെ സങ്കടത്തോടെ കരഞ്ഞ് പാപങ്ങളെ കൃത്യമായി ഏറ്റു പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ 1-2 കാര്യങ്ങൾ. ഒരു പള്ളി ഇരുന്നപ്പോൾ 2 വ്യക്തികൾ ഒരു വലിയ പേപ്പറിൽ ഈ പാപം പറയുമ്പോൾ ചിലപ്പോൾ മറന്നുപോകും. അച്ഛൻ്റെ അടുക്കലിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഭയമൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ ചില ആളുകൾ കൃത്യമായി ഒരു പേപ്പറിൽ പാപങ്ങൾ മുഴുവൻ എഴുതി വായിച്ചിട്ടുണ്ട്. അപ്പോൾ യോവേൽ പ്രവചനം വായിക്കുന്നുണ്ട്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2:3, വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി യഹോവയുടെ അടുക്കലേക്ക് തിരിവീൻ എന്ന അനുഭവം ഉണ്ടാകണം. വസ്ത്രങ്ങളെയല്ല, നമ്മുടെ ഹൃദയങ്ങളെ തന്നെ കീറുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കരയുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി കരഞ്ഞെങ്കിലേ നമ്മുടെ പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കത്തുള്ളൂ. പലപ്പോഴും ഇന്ന് നമ്മുടെ മാതാപിതാക്കന്മാര് മക്കളെ ഓർത്ത് കരയുകയാണ്. മക്കൾക്ക് വേണ്ടി കരഞ്ഞാൽ മക്കളെ ഓർത്ത് കരേണ്ട ആവശ്യം ഉണ്ടാവത്തില്ല. മക്കളെ വളർത്തുമ്പോൾ മക്കൾക്ക് വേണ്ടി കരയണം, അല്ലാതെ മക്കള് നാശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മക്കളെ ഓർത്ത് കരയാൻ പാടില്ല. അപ്പോൾ കണ്ണുനീരിൻ്റെ അനുഭവം, അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, കണ്ണുനീരിനെ ദൈവം തമ്പുരാൻ മറികടക്കത്തില്ല. ഈ കഴിഞ്ഞ മാസം നടന്ന ലോകത്തിലെ ഏറ്റവും വലിയ സംഭവമാണല്ലോ ഈ ബ്രസീലിലെ വേൾഡ് കപ്പ്. ഈ ബ്രസീൽ എന്ന രാജ്യം നമുക്കറിയാം, ഫുട്ബോളിന് വേണ്ടി ഉള്ള ഒരു രാജ്യമാണ് നമുക്ക് തോന്നിപ്പോകും. അവിടുത്തെ ആളുകൾ ഈ കുറേ മാസങ്ങളായി ഇതിനു വേണ്ടി ഒരുങ്ങിയിരുന്നവരാണ്. അതുകൊണ്ട് ബ്രസീലിൻ്റെ ഓരോ വിജയവും അവർക്ക് വലിയ ആഹ്ലാദവുമായിരുന്നു. പക്ഷേ നമ്മളൊരു കാഴ്ച കണ്ടു,
ബ്രസീൽ എന്ന രാജ്യം സെമിയിൽ തോറ്റു കഴിഞ്ഞപ്പോൾ ബ്രസീലിലെ ആളുകൾ എന്ത് ചെയ്തു? ഒരു കരയുകയാണ്. 1.5 മണിക്കൂർ കൊണ്ട് ആഹ്ലാദം കരച്ചിലായിപ്പോയി. അപ്പോൾ ഒരു പരിധിവരെ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ആഹ്ലാദവും എപ്പോഴും ഉണ്ടാകണം എന്നുള്ളതാണ്. ഇത് ദൈവികമല്ലത്. ഈ ബ്രസീൽ എന്ന ആ രാജ്യത്തിൽ നമ്മൾ വായിച്ചു, കോടിക്കണക്കിന് ആളുകൾ ആ ബ്രസീൽ തോറ്റു കഴിഞ്ഞപ്പോൾ കരയുകയാണ് ചെയ്തത്. എന്താ ഇതിൻ്റെ അർത്ഥം? മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു കരച്ചിലും വിലാപവും ഉണ്ടാകും. അതുണ്ടായെങ്കിലേ നമ്മൾ ദൈവത്തെ അറിയത്തും. ഇന്ന് രാവിലെ പത്രം എടുത്തപ്പോൾ കണ്ട കാഴ്ച പ്രയാസപ്പെട്ടു പോയി. മല്ലപ്പള്ളിയിൽ ഒരു 38 വയസ്സുള്ള ഒരു സ്ത്രീ സ്വന്തം മകനെ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടി പോയി. ഒരു കട്ടറിൽ ആ സ്ത്രീയുടെ സ്കൂട്ടർ വീണു. ആ സ്ത്രീ മരിച്ചു. അപ്പോൾ ഇങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും സമയത്ത് അപ്രതീക്ഷിതമായി കരച്ചിലിൻ്റെയും വിലാപത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകും. അതുകൊണ്ട് പള്ളിയിൽ വന്നു കഴിഞ്ഞ് കണ്ണുനീരോടുകൂടി ദൈവത്തിൻ്റെ സന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തമ്പുരാൻ കണ്ണുനീരനെ മാനിച്ച് നമ്മോട് കൃപ ചെയ്യും, സംശയമൊന്നുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കുമ്പസാരിക്കാൻ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം കണ്ണുനീരോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ പാപങ്ങളെ ഏറ്റുപറയുക എന്നുള്ളതായിരിക്കും. 5-ാമതായി ഏറ്റുപറച്ചിൽ. പള്ളിയിൽ വന്നു, നമ്മൾ ഒരു ജീവിത പരിശോധന നടത്തി, അനുതാപം ഉണ്ടായി, അത് കഴിഞ്ഞ് ഒരു തീരുമാനമെടുത്തു, ഞാൻ ഇനിയും പാപങ്ങൾ ചെയ്യത്തില്ല. എന്നിട്ട് എന്ത് ചെയ്യണം? കണ്ണുനീരോടുകൂടി പട്ടക്കാരൻ്റെ അടുക്കൽ അത് ഏറ്റുപറയുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളൊരു ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ നമ്മളെന്താ പറയുന്നത്? ഡോക്ടർ ചോദിക്കും എന്താ അസുഖം. അപ്പം നമ്മൾ പറയും, നമ്മൾ കൃത്യമായിട്ട് പറയും, എൻ്റെ കൈക്ക് വേദനയാണ്, അല്ലെ കാലിന് വേദനയാണ്, എൻ്റെ ഹാർട്ടിന് പ്രശ്നമാണ്. പക്ഷേ ഇങ്ങനെ വ്യക്തമായിട്ട് പറയാതെ ഡോക്ടറെ എനിക്ക് മൊത്തം രോഗമാണ് എന്ന് പറഞ്ഞാൽ ചികിത്സിക്കത്തില്ല. ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഡോക്ടർ എനിക്ക് മൊത്തം രോഗമാണെന്ന് പറഞ്ഞാൽ ഡോക്ടർ ചികിത്സിക്കത്തില്ല. മറിച്ച് ഡോക്ടർ ചോദിക്കും എവിടെയാണ് രോഗം എന്ന് പറഞ്ഞതുപോലെ ഒരു രോഗി തൻ്റെ രോഗങ്ങൾ വിശദമായി പറയുന്നത് പോലെ ഒന്നും മറച്ചു വയ്ക്കാതെ പട്ടക്കാരൻ്റെ അടുക്കൽ പറയണം. അപ്പൊ നമ്മൾ അന്നേരം ചിന്തിക്കേണ്ട കാര്യം, ഈ അച്ഛനോട് പറയുന്നത് യേശുക്രിസ്തുവിനോട് പറയുന്നത് തുല്യമാണ് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ഈ വൈദികൻ കർത്താവിൽ നിന്ന് ലഭിച്ച അധികാരം ഉപയോഗിച്ച് പൂർണ്ണമായി പാപത്തിൻ്റെ മോചനം തരുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. പള്ളിയിൽ വന്ന് നമ്മുടെ ജീവിതം പരിശോധിച്ചിട്ട് അനുതാപമുണ്ടായി, അതുപോലെ തന്നെ തീരുമാനമെടുത്ത് കണ്ണുനീരോടുകൂടി ഒരു രോഗി തൻ്റെ രോഗങ്ങൾ മുഴുവനായി പറയുന്നത് പോലെ വിശദമായി പറയുന്ന അനുഭവം നമുക്കുണ്ടാകണം. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ 4 തരത്തിലുള്ള കുമ്പസാരമുണ്ട്. ഒന്നാമത്തെ കുമ്പസാരം ഈ മൂളുന്ന കുമ്പസാരമാണ്. മൂളൽ കുമ്പസാരം എന്ന് വേണേൽ പറയാം. എന്ന് പറഞ്ഞാൽ എന്തുവാ? ചില ആളുകൾ കുമ്പസാരിക്കാൻ വേണ്ടി വരും, അച്ഛൻ എന്ത് ചോദിച്ചാലും മൂളിക്കൊണ്ടേയിരിക്കും, ഒന്നും പറയത്തില്ല. പാപം ചെയ്തോ? എന്തൊക്കെ ചെയ്തു? എന്തോ പറഞ്ഞാലും മൂളുന്ന കുമ്പസാരം. അങ്ങനെ മൂളിയാലൊന്നും പ്രിയമുള്ളവരെ ഒരു ഗുണം ഉണ്ടാവത്തില്ല. അടുത്ത കുമ്പസാരമാണ് പരദൂഷണ കുമ്പസാരം. കുമ്പസാരിക്കാൻ വരുന്ന ആളുകൾ പറയുന്നത് അവരുടെ പാപമൊന്നുമല്ല, അയ്യോ മറ്റുള്ളവരുടെ പാപമാണ്, അല്ല ഭർത്താവിൻ്റെ പാപം, അല്ലെങ്കിൽ അമ്മായിയമ്മയുടെ പാപം, അപ്പുറത്തെ വീട്ടുകാരൻ്റെ പാപം. ആ പറയുന്ന ആൾ ഭയങ്കര വിശുദ്ധനാണ്, ഞാൻ കുഴപ്പക്കാരനൊന്നുമല്ല, എന്നെ ബന്ധപ്പെടുന്ന കുറ്റക്കാരനാണ്. പരദൂഷണ കുമ്പസാരം, അതുകൊണ്ടൊരു ഗുണം ഉണ്ടാവത്തില്ല. 3 സൂത്ര കുമ്പസാരമുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയ രീതി വന്ന് പറയും, കർത്താവേ ഞാൻ വലിയ പാപിയാ. പാപമൊന്നും പറയത്തില്ല, ഞാൻ പാപിയാ, ഒത്തിരി മനുഷ്യനല്ലയോ, പാപം ചെയ്ത് പോയിട്ടുണ്ട്, അതുകൊണ്ട് ഗുണം ഉണ്ടാകത്തില്ല. ഒന്നുകൂടെ പറയാം, മൂളുന്ന കുമ്പസാരം ഒന്നും പറയത്തില്ല,
പരദൂഷണ കുമ്പസാരം സ്വന്തം പാപങ്ങൾ പറയാതെ മറ്റുള്ളവൻ്റെ പാപങ്ങൾ പറയും. 3 സൂത്ര കുമ്പസാരമുണ്ട്, ഞാൻ വലിയ പാപിയാണെന്ന് ഓടിച്ചിട്ടങ്ങ് പറയത്തില്ല. 4മതായിട്ട് മറ്റൊരു കുമ്പസാരമുണ്ട്, സത്യകുമ്പസാരം, ലജ്ജ കൂടാതെ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ലജ്ജ ഉണ്ടാകുന്ന പല പാപങ്ങളുമുണ്ട്. പക്ഷേ പല ആളുകളും യാതൊരു ലജ്ജയും കൂടാതെ സകലവിധമായ പാപങ്ങളും ഏറ്റുപറയും. ഇപ്രകാരം 4മത്തെ ഈ സത്യകുമ്പസാരം കൊണ്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. ഞാൻ ഓർക്കുകയാണ്, ഞാൻ കോളേജിൽ പഠിച്ചപ്പോൾ എൻ്റെ കൂടെ അന്ന് പഠിച്ച 3-4 എൻ്റെ കൂട്ടുകാർ കഴിഞ്ഞ 5 വർഷമായിട്ട് സ്ഥിരമായി എൻ്റെ അടുക്കൽ വന്ന് കുമ്പസാരിക്കും. ഞാൻ ഏത് പള്ളിയിൽ പോയാലും ഈ 4-5 എൻ്റെ കൂട്ടുകാർ ഇപ്പോഴും എൻ്റെ അടുക്കൽ വന്ന് കുമ്പസാരിക്കാറുണ്ട്. ഞാൻ ഓർക്കുകയാണ്, വളരെ അവരുടെ ജീവിതത്തിലുള്ള ചില മനുഷ്യർ പുറത്തു പറയാൻ പോലും മടിക്കുന്ന പാപങ്ങൾ വളരെ ഭംഗിയായി അവരെന്നോട് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളവരോട് നമുക്ക് ആത്മാർത്ഥമായ ഒരു സ്നേഹം ഉണ്ടാവുകയും നമ്മളറിയാതെ അവരെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യും, മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാനും നിങ്ങളും കുമ്പസാരിക്കുമ്പോൾ, ഞാനും എന്ന് എല്ലാ വർഷവും കുമ്പസാരിക്കുന്ന വ്യക്തിയാണ്. ഇപ്പൊ ഞാനും നിങ്ങൾ കുമ്പസാരിക്കുമ്പോൾ സൂത്രത്തിൽ കുമ്പസാരിക്കാതെ ലജ്ജ കൂടാതെ സകലമാന പാപങ്ങൾ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ദൈവം തമ്പുരാൻ എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾ ക്ഷമിക്കപ്പെടും. 6മതായി കുമ്പസാരിക്കുമ്പോൾ നമുക്ക് പട്ടക്കാരന് പ്രായശ്ചിത്തം പറയാറുണ്ട്. സക്കായിയോട് യേശുക്രിസ്തു ഒരു പ്രായശ്ചിത്തം പറഞ്ഞു. എന്താ അറിയാമോ? സക്കായി പറഞ്ഞു, സക്കായിയോട് യേശു അങ്ങോട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ സക്കായി ഒരു കാര്യം പറഞ്ഞു, യേശുവേ, എൻ്റെ വസ്തുവിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, ഞാൻ അപഹരിച്ചെടുത്തിട്ടുള്ളത് 1/4 വീതം തിരിച്ചു കൊടുക്കുന്നു. ഇത് പശ്ചാത്താപമാണ്. അന്യായമായി ചെയ്ത കാര്യങ്ങളെ ദുഃഖിച്ചിട്ട് പശ്ചാത്താപം നടത്തി പ്രായശ്ചിത്തം കൊടുക്കുക. അതുകൊണ്ട് കുമ്പസാരിക്കാൻ വരുമ്പോൾ പട്ടക്കാരൻ നിശ്ചയിക്കുന്ന പ്രായശ്ചിത്തങ്ങൾ കാലതാമസം കൂടാതെ നമ്മൾ നിറവേറ്റുവാൻ ശ്രമിക്കണം. അവസാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം വിശുദ്ധ കുർബാന അനുഭവിക്കുകയും ചെയ്യും. താമസം വരുത്താതെ അനുഭവിക്കണം. ഇപ്പൊ ഞാനും നിങ്ങളും ദേവാലയത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ചിന്തിക്കണം, ഞാൻ സാത്താനെ ജയിച്ചിരിക്കുന്നു, ഞാൻ അവനെ തന്നെ അവൻ രക്ഷിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകും. അങ്ങനെയാകുമ്പോൾ അവനെപ്പറ്റി സ്വർഗത്തിൽ മാലാഖമാർ സന്തോഷിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ സഭയുടെ ഏതൊരു കൂദാശയും നമ്മൾ സംബന്ധിക്കുമ്പോൾ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അതിന് ഗുണമുണ്ടാകും. ഞാൻ പലപ്പോഴും ചിന്തിക്കുകയാണ്, നമ്മുടെ കല്യാണം നടക്കുമ്പോൾ കാണുന്നൊരു സംഗതിയാണ്, ദേവാലയത്തിനകത്ത് ആളുകളുടെ സാന്നിധ്യം വളരെ കുറവാണ്. പക്ഷേ നമ്മൾ പാരിഷ് ഹാളിൽ ചെല്ലുമ്പോൾ അവിടെ അകത്ത് കയറാൻ ഭയങ്കര ഇടിയുമാണ്. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ച ഒരു സംഭവം കേട്ട് എനിക്ക് ചിരി വന്നുപോയി. എന്താണ്, ഒരു സ്ഥലത്ത് ഒരു കല്യാണ പാർട്ടി നടത്തിയപ്പോൾ അവിടെ പോലീസ് വന്നു. എന്തുവാ കാരണം? അവിടെ പപ്പടം ചോദിച്ചതാണ്. പപ്പടം വിളമ്പിയപ്പോൾ പപ്പടം കൂടുതൽ ചോദിച്ചു. 6 പപ്പടം വരെ കൊടുത്തെന്നാണ് പറയുന്നത്. 6 പപ്പടം വരെ കൊടുത്തിട്ട് മതിയായില്ല. അവസാനം വന്ന ആളുകൾ മദ്യപിച്ചാണ് വന്നത്. ഞാൻ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു കൊള്ളട്ടെ, നമ്മുടെ പല ആളുകളും കല്യാണത്തിന് പോയിട്ട് നേരെ പള്ളിയിൽ പോകത്തില്ല, നേരെ ബാറിലോട്ടാണ് പോകുന്നത്. ബാറിൽ പോയി വെള്ളം അടിച്ചിട്ട് വന്ന് ഇവിടെ പാരിഷ് ഹാളിൽ വരത്തേ. ഇതുപോലെ തന്നെ പപ്പടം ചോദിച്ച് കൊടുക്കാതായപ്പോൾ അവിടെ ബഹളം ഉണ്ടാക്കി മദ്യപിച്ച് വന്നവർ. അവസാനം ബഹളമായി, പോലീസ് വന്നു. കഴിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെയും ആഹാരം കഴിക്കാതെ രക്ഷപ്പെട്ടു പോയെന്നാണ് പറയുന്നത്. അവസാനം പാവം വരൻ്റെ ബന്ധുക്കൾ ആ നടത്തിയ സ്കൂളിൻ്റെ നഷ്ടപരിഹാരം കൊടുത്തു. സ്കൂളിൻ്റെ കതവ് പോയി, ജെല്ല് പോയി. ആ സ്കൂൾ നഷ്ടപരിഹാരം കൊടുത്തു. ആകെപ്പാടെ പ്രശ്നമായി. അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കണം, നമ്മളെ ഒരാൾ ക്ഷണിക്കുമ്പോൾ നമ്മൾ അന്തസ്സായിട്ട് പെരുമാറാൻ പഠിക്കണം. ഇന്നത്തെ കാലത്ത് 200, 300, 400 രൂപ മുടക്കി ഒരു പ്ലേറ്റിന്
ഊണിന് കാശ് മുടക്കുന്ന ആളുകൾ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അന്തസ്സായിട്ട് പെരുമാറാൻ പഠിക്കണം. അതുകൊണ്ട് കല്യാണത്തിന് പോകുമ്പോൾ, മാമുദിസായ്ക്ക് പോകുമ്പോൾ, എന്തിനു പോയാലും പള്ളിയിൽ കയറി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിക്കണം. ഇന്നത്തെ കാലത്ത് കല്യാണം കഴിഞ്ഞാൽ മണവാളനോ മണവാട്ടിക്കോ ഒന്ന് വിഷ് ചെയ്യാൻ പോലും മടി കാണിക്കാവുന്ന ആൾക്കാരെ നമ്മളൊക്കെ. കല്യാണം കഴിഞ്ഞ മണവാളനെ മണവാട്ടി ഒന്ന് പരിചയപ്പെടാനോ ഒന്ന് വിഷ് ചെയ്യാനോ പോലും നമുക്ക് മടിയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ കൂദാശകൾ സംബന്ധിക്കുമ്പോൾ, പേരിന് വേണ്ടിയോ ആഹാരം കഴിക്കാൻ വേണ്ടിയോ സംബന്ധിക്കുമ്പോൾ നമുക്ക് ഒരു വലിയ കൃപ നഷ്ടപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് വിവാഹ കൂദാശ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവരെ നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി കർത്താവ് അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മുടെ സഭയുടെ ഏത് ഉദാശകൾ ഞാൻ നിങ്ങളെ സംബന്ധിച്ചാലും ഓർത്തുകൊള്ളണം, സംബന്ധിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹം ഉറപ്പാണ്, സംശയമൊന്നുമില്ല. അതുകൊണ്ട് കുമ്പസാരിക്കാൻ വരുമ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് ഒന്നുകൂടി പറയാം. ആദ്യമായി പള്ളിയിലേക്ക് ഒരുങ്ങി വരണം. എവിടെങ്കിലും പോകുന്ന വഴിക്കല്ല പള്ളി കയറി കുമ്പസാരിക്കണം. ഇപ്പം ഫോണൊക്കെ ഉണ്ടല്ലോ, ഫോൺ ചെയ്യും. ഒരാളെ കുമ്പസാരിച്ചിട്ട് പോകുമ്പോൾ ഫോൺ ചെയ്യും, അച്ഛനിപ്പം ഫ്രീ ആയിട്ടിരിക്കുക, ചെന്നു. ചന്തയിൽ പോകുന്ന വഴിക്കല്ല കുമ്പസാരിക്കാൻ വരേണ്ടത്. നമ്മൾ കുളിച്ച് ഭംഗിയായി കുളിച്ച് വൃത്തിയായി ശോഭയുള്ള വസ്ത്രം ധരിച്ച് പള്ളിയിൽ വന്ന് അല്പസമയം പള്ളിയിൽ ഇരുന്നിട്ട് ശാന്തമായി വേദപുസ്തകമോ വിശുദ്ധ കുർബാനക്രമോ ഒക്കെ എടുത്ത് തുറന്നു വെച്ച് വായിച്ച് ഒരുങ്ങി വന്നില്ലെങ്കിൽ അതുകൊണ്ട് ഗുണമുണ്ടാവത്തില്ല. നമുക്ക് നോക്കാം ഒന്നുകൂടെ. ആദ്യമായി നമ്മൾ കുമ്പസാരിക്കാൻ വരുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം. ദൈവമേ, ഞാൻ എന്തൊക്കെയാണ് പാപം ചെയ്തു പോയത്? ഞാൻ പാപിയാണോ? അതിനുള്ള മാർഗങ്ങളാണ് എന്ത്? സഭയുടെ 7 കൽപ്പനകൾ, 14 കാരുണ്യ പ്രവൃത്തികൾ, 10 കൽപ്പനകൾ, കർത്താവിന് ഗിരിപ്രഭാഷണങ്ങൾ. ഇവ വായിച്ചിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് വന്നുപോയ പാപങ്ങളെ കണ്ടുപിടിച്ച് മറന്നു പോകുന്നെങ്കിൽ ഒരു പേപ്പറിൽ ഭംഗിയായി എഴുതി വെക്കാം. എന്നിട്ട് രണ്ടാമതായി അനുതാപം ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ ദാവീദിനെ പോലെ നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു പോയി. വായിക്കുന്നവിടെ ദാവീദ് ഒരു രാത്രി മുഴുവൻ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചെന്ന് പറയുന്നു. രണ്ടാമതായി ഞാൻ നിങ്ങൾ കുമ്പസാരിക്കുമ്പോൾ അനുതാപ ഹൃദയം ഉണ്ടാകണം. എങ്ങനെയാണ്? ചുങ്കക്കാരനെ പോലെ മാറത്തടിച്ച് നിലവിളിക്കണം, ഞാൻ പാപിയാണ്. ജ്ഞാനായക്കാരി സ്ത്രീയെ പോലെ എളിമയോടെ കടന്നു വരണം. അനുതാപം ഭാഗികമാകാതെ പൂർണ്ണമായിരിക്കണം. മൂന്നാമതായി ഒരു തീരുമാനത്തിലെത്തണം. എന്ത്? ഞാൻ അനുദപിച്ച പാപങ്ങൾ മേലാള് ചെയ്യത്തില്ല. ഓരോ കുമ്പസാരത്തിലും നമ്മുടെ നമ്പർ ഓഫ് സിൻസ് കുറഞ്ഞു കുറഞ്ഞു വരണം. മറന്നുപോയത്. അതാണ് ദൈവത്തിലേക്ക് നമ്മൾ വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദൈവത്തെങ്കിലേക്ക് വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിവസം കഴിയും തോറും പാപങ്ങളുടെ സംഖ്യകൾ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ദൈവത്തെങ്കിലേക്ക് അടുത്തു വരിക എന്നുള്ളതാണ്. മൂന്നാമതായി ഒരു തീരുമാനമെടുക്കണം. ദൈവമേ, ഞാൻ അനുദപിച്ച പാപങ്ങൾ ഇനി മേലാൽ ചെയ്യത്തില്ല. മുടിയൻ പുത്രനെ പോലെ ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് പോകും, തിരിച്ചു പോകും. ഞാൻ എൻ്റെ പാപജീവിതത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കും. ഞാൻ തീരുമാനിക്കുന്നു എൻ്റെ യേശുവിൻ്റെ കൂടെയുള്ള ഒരു ജീവിതം. അതോടൊപ്പം തന്നെ പരിശുദ്ധ ജീവിതത്തിന് ആവശ്യമായ ദാനധർമ്മവും നോമ്പും പ്രാർത്ഥനയും വേദപുസ്തക വായന നമ്മൾ ആചരിക്കുകയുണ്ടാകും. നാലാമതായി കുമ്പസാരിക്കുമ്പോൾ കണ്ണുനീരോടെ കുമ്പസാരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ഒരു പാട്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും.
ഒരാൾ വിതയ്ക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വിതയ്ക്കുന്നത്. കണ്ണുനീരോടെ വിതയ്ക്കുക, ദൈവമേ ഒരു നല്ല കവിത്വം ഉണ്ടാകണേ. അതുകൊണ്ട് ഞാനും നിങ്ങളും നമ്മുടെ വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി മുറിക്കണം. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഫലം ഉറപ്പാണ്. അപ്പോൾ നാലാമതായി ഞാനും നിങ്ങൾ എന്ത് ചെയ്യണം? കുമ്പസാരിക്കുമ്പോൾ കണ്ണുനീരോടെ കുമ്പസാരിക്കണം. അഞ്ചാമതായി ഏറ്റു പറയണം. ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് ഡോക്ടറെ മൊത്തം രോഗമായെന്ന് പറയുന്ന പോലല്ല, നമ്മുടെ ഓരോ പാപങ്ങളും കൃത്യമായി നമ്മൾ ഏറ്റു പറയണം. ഒരു രോഗി തൻ്റെ രോഗങ്ങൾ വിശദമായി പറയുന്ന പോലെ കർത്താവിൻ്റെ പ്രതിനിധിയായ പട്ടക്കാരനോട് നമ്മുടെ പാപങ്ങൾ ലജ്ജ കൂടാതെ പറയണം. പലപ്പോഴും എൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ വരുന്നവർ ചില പാപങ്ങൾ പറയുന്നത് കേട്ട് എനിക്ക് തന്നെ വലിയ വിഷമം തോന്നാറുണ്ട്. നിശ്ചയമായിട്ടും അങ്ങനെ കൃത്യമായ പാപങ്ങൾ ഏറ്റു പറയുന്ന വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കും. പ്രിയമുള്ളവരെ, മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം ലജ്ജ കൂടാതെ ഏറ്റു പറയണം. അതുപോലെ തന്നെ കുമ്പസാരത്തിൽ നമ്മൾ കള്ളത്തരം കാണിക്കാൻ പാടില്ല. എന്തു പറഞ്ഞാലും മൂളാതെ, അല്ലെ മറ്റുള്ളവൻ്റെ കുറ്റങ്ങൾ ഏറ്റു പറയാതെ, അല്ലെങ്കിൽ ഞാൻ വലിയ പാപിയാണെന്ന് മാത്രം പറയാതെ സത്യകുമ്പസാരം നടത്തി കഴിഞ്ഞാൽ നമുക്ക് പാപത്തിൻ്റെ മോചനം ഉറപ്പാകും. അവസാനമായി പ്രായശ്ചിത്തം പറയുന്നത് നമ്മൾ കൃത്യമായി ചെയ്തിട്ട് ഏറ്റവും വേഗത്തിൽ തന്നെ വിശുദ്ധ കുർബാന അനുഭവിച്ചു കഴിയുമ്പോൾ യേശു തമ്പുരാൻ നമ്മിലാകുന്നു. യേശു തമ്പുരാൻ നമ്മിലാകുമ്പോൾ പിന്നീട് എന്നെ നിങ്ങൾ നിയന്ത്രിക്കുന്നത് യേശുക്രിസ്തു ആയിരിക്കണം. പാട്ട് പാടുന്നു. ഗാത്രം ഭക്ഷണമാം രുധിരം ഗാസായ അവകൈക്കൊള്ളുവോനിൽ വാസം ചെയ്യും ഞാൻ. യേശുതമ്പുരാന്റെ തിരുശരീരവും തിരുരക്തവും അനുഭവിക്കുന്നവനിൽ യേശുക്രിസ്തു വാസം ചെയ്യുന്ന പറയുന്നു. യേശുതമ്പുരാൻ എന്നിൽ നിങ്ങൾ വായി കഴിയുമ്പോൾ പിന്നീട് എന്നെ നിങ്ങളെ നിയന്ത്രിക്കേണ്ടത് യേശുക്രിസ്തു ആയിരിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റിയറിങ് യേശുക്രിസ്തു ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യം ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെ താമസം വിന വിശുദ്ധ കുർബാന അനുഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു ബോധ്യമാകുന്നു, എന്നിൽ യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ട്. അതുകൊണ്ട് ഇനി ഞാൻ യേശുക്രിസ്തുവിന് ഇഷ്ടമില്ലാതെ ഒന്നും ചെയ്യത്തില്ല. അവസാനമായിട്ട് കുമ്പസാരത്തെ പറ്റി പൊതുവായി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ക്ലാസ് അവസാനിപ്പിക്കും. ഒന്നാമതായിട്ട്, ഒരാൾക്ക് അവർക്ക് ഇഷ്ടമുള്ള കുമ്പസാര പിതാവിനെ തിരഞ്ഞെടുക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എൻ്റെ 3-4 സുഹൃത്തുക്കൾ എല്ലാ വർഷവും എൻ്റെ അടുക്കൽ വന്ന് കുമ്പസാരിക്കാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കുമ്പസാര പിതാവിനെ നമുക്ക് തിരഞ്ഞെടുക്കാം. പക്ഷേ ഒരു കാര്യം മാത്രം, സ്വന്തം ഇടവകയിലെ വൈദികൻ അതൊന്ന് അറിഞ്ഞിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിഷ്ടമുള്ള കുമ്പസാര പിതാവിനെ തിരഞ്ഞെടുക്കാം, പക്ഷേ ഇടവകയിലെ വൈദികൻ അതൊന്ന് അറിഞ്ഞിരിക്കണം എന്ന് മാത്രം. മറ്റൊരു കാര്യമുള്ളത്, ആണ്ടിൽ എത്ര കുമ്പസാരം നടത്തണം ഒരു ചോദ്യമാണ്. അപ്പൊ നമ്മുടെ ഒരു ചിന്ത, ആണ്ട് കുമ്പസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമ്പസാരം ആണ്ടിൽ 1 മാത്രം മതി എന്നുള്ളതാണ്. അങ്ങനെയല്ല. പിതാക്കന്മാരെ പഠിപ്പിക്കുന്നത് 41 ദിവസത്തിനുള്ളിൽ ഒരു കുമ്പസാരം വേണമെന്നാണ് പറയുന്നത്. 41 ദിവസത്തിനുള്ളിൽ ഒരു കുമ്പസാരം വേണം. അതും പറ്റത്തില്ലെങ്കിൽ വർഷം 3 പ്രാവശ്യമെങ്കിലും കുമ്പസാരിക്കണം. മൂന്നാമതായിട്ട് കുടുംബ കുമ്പസാരം വേണം. എന്തുവായി കുടുംബ കുമ്പസാരം? ഞാനിപ്പോൾ ഇരിക്കുന്ന പള്ളിയിൽ കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ ഇടവകയിൽ 2 കുടുംബത്തിലെ
എല്ലാവരും കൂടെ കുമ്പസാരിക്കാൻ വരുന്നു. വല്യപ്പൻ, വല്യമ്മ, ആ ഭവനത്തിലെ മകന്, മകൻ്റെ ഭാര്യ, 2 കുഞ്ഞുങ്ങൾ. അപ്പൊ നമ്മൾ കുമ്പസാരിക്കാൻ പോകുമ്പോൾ കുടുംബ കുമ്പസാരം വേണം. പള്ളിയിൽ ഒരുമിച്ച് പള്ളി വരണം. അതുപോലെ തന്നെ കുമ്പസാരിക്കാൻ വരുമ്പോഴും കുടുംബമായി കുമ്പസാരിക്കാൻ വരുന്ന അനുഭവം ഉണ്ടാകണം. അത് വലിയൊരു മാതൃകയാണ്. കുടുംബജീവിതം നയിക്കുമെന്നവർ നിശ്ചയമായിട്ടും ഒരുമിച്ച് വന്ന് കുമ്പസാരിച്ച് കുർബാന കൊള്ളുവാനും സാധ്യമാകണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബജീവിതം കണ്ണുനീരും നിരാശയുമാകണമെങ്കിൽ ഒരു കാരണം യേശുവിൻ്റെ കൃപയില്ലാത്തതാണ്. നമ്മുടെ കുടുംബജീവിതം സങ്കടപൂർണമാണെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? യേശുക്രിസ്തുവിൻ്റെ കൃപയും സാന്നിധ്യവും ഇല്ലാത്തതാണ്. ഒരു വിശുദ്ധൻ പറഞ്ഞു, മക്കളെ, വിശുദ്ധ കുർബാന അനുഭവിച്ചു കൊള്ളുക, കർത്താവിൽ സമാധാനമായി ജീവിക്കാം. വിശുദ്ധ കുർബാന അനുഭവിച്ചു കൊള്ളുക, കർത്താവിൽ സമാധാനമായി ജീവിക്കാം. 4-മതായിട്ട്, നമ്മുടെ മാതാപിതാക്കളുടെയോ സഹോദരങ്ങളുടെയോ ഓർമ്മ ദിവസം ഉറ്റ ബന്ധുക്കൾ കുമ്പസാരിച്ച് കുർബാന അനുഭവിക്കണം. മരിച്ചവരെ ഓർക്കുമ്പോൾ നിശ്ചയമായിട്ടും ഒന്ന് കുമ്പസാരിച്ച് കുർബാന കൊള്ളുന്ന അനുഭവം ഉണ്ടാകണം. അതുപോലെ വീട് വയ്ക്കുമ്പോൾ, മക്കളുടെ വിവാഹ സമയത്ത്, മാമോദീസായിക്ക്, മറ്റ് സന്തോഷ അവസരങ്ങളിൽ വിശുദ്ധ കുമ്പസാരം നടത്തണം. ഒരു വീട് വെച്ച് കഴിഞ്ഞു, സന്തോഷം, ദൈവമേ ഈ വീട്ടിൽ താമസിക്കാൻ യോഗ്യത വേണമേ. ആ വീട്ടിലുള്ള എല്ലാവരും വന്ന് കുമ്പസാരിച്ച് കുർബാന കൊള്ളുക. ഞാൻ പുതിയ വീട്ടിൽ എൻ്റെ ജീവിതം ആരംഭിക്കുമ്പോൾ ഒരു പുതിയ അനുഭവം ഉണ്ടാകട്ടെ. മക്കൾ വിവാഹം കഴിക്കുക. വിവാഹം കഴിക്കുമ്പോൾ പേരിന് വേണ്ടി മണവാളിനും മണവാട്ടിയും മാത്രം വരാതെ എല്ലാവരും വന്ന് കുമ്പസാരിക്കുക. മാമോദീസായിക്ക്, മറ്റ് സന്തോഷ അവസരങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? കുമ്പസാരിച്ച് കുർബാന കൊള്ളാം. ഇനി മറ്റൊരു ചോദ്യം, നമ്മുടെ ജീവിതത്തിൽ ഒരു കുമ്പസാരം മതിയോ? ഒരു ചോദ്യമാണ്. അതായത്, ഒരിക്കൽ കുമ്പസാരിച്ച പാപങ്ങൾ മൊത്തം ഏറ്റു പറഞ്ഞു, പിന്നീട് പാപത്തിലേക്ക് പോകുന്നത് ശരിയാണ്? ഒരു ചോദ്യമാണ്. ശരിയാണോ? നമുക്കൊരു വേദഭാഗം വായിക്കാം. ഗലാത്യലേഖനം 2:11 വായിക്കുന്നു, കേഫാവ് അന്ത്യോക്യയിൽ വന്നാറെ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്ത് നിന്നു. ഒന്നുകൂടി വായിക്കാം. കേഫാവ് അന്ത്യോക്യയിൽ വന്നാറെ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്ത് നിന്നു. ഇതാരെ പറ്റിയാ പറയുന്നത്? പത്രോസിനെ പറ്റി. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു, അത് കഴിഞ്ഞ് അനുദപിച്ചു. പക്ഷെ ഇവിടെ വീണ്ടും പറയുകയാണ്, കേഫാവോ അല്ലെങ്കിൽ പത്രോസ് അന്ത്യോക്യയിൽ വന്നാറെ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്ത് നിന്നു. യേശുവിന്റെ ശിഷ്യനായ പത്രോസ് കുറ്റം ചെയ്ത് ഉപേക്ഷിച്ച് പറഞ്ഞിട്ട് വീണ്ടും പാപത്തിലേക്ക് പോയി. അതുകൊണ്ട് മൺമേനായ മനുഷ്യൻ കുമ്പസാരിച്ചാലും വീണ്ടും കുറവുകൾ ഉണ്ടാകും. അപ്പം ചിലർ ചോദിക്കും, അച്ഛാ, മരണത്തിന് മുൻപ് ഒന്ന് കുമ്പസാരിച്ചാൽ പോരെ? ശരിയല്ലേ? അവിടെ മറ്റൊരു മറുചോദ്യമുണ്ട്, നിങ്ങൾ എപ്പോഴാ മരിക്കുന്നേ? നിശ്ചയമുണ്ടോ? പരമ്പരയിൽ വന്ന് നമുക്ക് സുരക്ഷിതമായി വീട്ടിൽ എത്തിച്ചേരാവുന്ന വലിയ ഗ്യാരണ്ടി ഒന്നുമില്ല. ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് ചിലർ ചോദിക്കും, മരിക്കുന്നതിന് മുൻപ് കുമ്പസാരിച്ചാൽ പോരായോ? പക്ഷെ അതിൻ്റെ മറുചോദ്യമാണ്, ഹേ സഹോദര സഹോദരി, നീ എന്നാണ് മരിക്കുന്നത്? നമുക്കറിയത്തില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യഥാർത്ഥ കുമ്പസാരം നടത്തിയാൽ പാപത്തിന്റെ എണ്ണം കുറയുമെന്നുള്ളത് ഒരു തീർച്ചയാണ്. അപ്പം മറ്റൊരു ചോദ്യമുണ്ട്,
എത്ര തെറ്റ് ചെയ്താലും കുമ്പസാരിച്ച പോരായോ, വീണ്ടും ചെയ്യല്ലോ, അതും തെറ്റാ. കാരണം കുമ്പസാരം ഉണ്ടല്ലോ, പാപം ചെയ്തുകൊണ്ടിരിക്കാം എന്ന് ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിന് വിരോധമായ പാപമാണ്. ആ പാപം ഒരിക്കലും ക്ഷമിക്കപ്പെടത്തില്ല. ഓർത്തോണം, കുമ്പസാരം ഉണ്ടല്ലോ, ഇനിയും പാപം ചെയ്യാമെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? പരിശുദ്ധാത്മാവിന് വിരോധമായ പാപമായതുകൊണ്ട് ആ പാപം ഒരിക്കലും ക്ഷമിക്കപ്പെടത്തില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. യേശുതമ്പുരാൻ സ്ഥാപിച്ച, ശ്ലീഹന്മാർ നമ്മുടെ പിതാക്കന്മാരെ ഫലമേൽപ്പിച്ച വേദാനുസരണമായ ഒരു സൗഖ്യദായകമായ വലിയ ഒരു കൂദാശയാണ് കുമ്പസാരം. പല ആളുകളും എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ, ഞാൻ ശരിക്കൊന്ന് കുമ്പസാരിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്ന വലിയ മാറ്റങ്ങളെ പറ്റി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ നോമ്പിൽ മാത്രം ചെന്ന് പള്ളിയിൽ പൊതുയോഗത്തിന് പേര് വരാൻ വേണ്ടി മാത്രം കുമ്പസാരിക്കുന്നത് വലിയൊരു പാപമാണ്. ഞാൻ ഓർപ്പിക്കുകയാണ്, പൊതുയോഗത്തിൽ പേര് വരാൻ വേണ്ടി മാത്രം കുമ്പസാരിക്കുന്ന മനുഷ്യ, നീ ഈ പരിശുദ്ധമായ കൂദാശയെ തരം താഴ്ത്താൻ പാടില്ല. മറിച്ച് ആ ചുങ്കക്കാരനെ പോലെ, യേശുവേ, ഞാൻ പാപിയാണ്, നീ എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമെന്ന് ആത്മാർത്ഥമായി മറ്റാരുടെയും പ്രേരണ കൂടാതെ സ്വയമായി വന്ന് ആര് ആത്മാർത്ഥമായി പാപങ്ങൾ ഏറ്റുപറയുന്നു അവന് മാത്രമേ പാപത്തിൻ്റെ പരിഹാരം ഉണ്ടാവത്തുള്ളൂ. ഒരിക്കലും മറന്നുപോകരുത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം തമ്പുരാന് മാത്രമുള്ളൊരു അധികാരമാണ് പാപങ്ങളെ മോചിക്കുക എന്നുള്ളത്. എന്നാൽ പഴയ നിയമത്തിൽ യഹോവയായ ദൈവം തമ്പുരാൻ ആ അധികാരം താൻ നിയമിച്ച പുരോഹിതന്മാർക്ക് കൊടുക്കുകയും പുതിയ നിയമത്തിൽ യേശുതമ്പുരാന് ദൈവം തമ്പുരാൻ കൊടുത്ത അധികാരം യേശുതമ്പുരാൻ അപ്പോസ്തലന്മാർക്കും അത് കഴിഞ്ഞ് അതിനുശേഷം അവർ നിയമിച്ച കശിശന്മാർ അല്ലെങ്കിൽ പുരോഹിതന്മാർക്കും കൊടുത്ത വലിയൊരു കൃപാവരത്തിൽ നമ്മൾ സംശയം കൂടാതെ വിശ്വസിച്ച് ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കുക എന്നുള്ള യാതൊരു സംശയമില്ല. ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ ഒന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഒന്നാമതായി നമ്മൾ ചിന്തിച്ചത് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ്. ദൈവത്തിൻ്റെ 10 വൃന്ദം മാലാഖമാരിൽ ദൈവത്തോട് മറുതിരിച്ച ഒരു വൃന്ദം മാലാഖമാർ നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ സ്ഥാനത്തേക്ക് ദൈവം തമ്പുരാൻ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചു വെച്ചു. അതുകൊണ്ട് നമ്മൾ വായിക്കുന്ന വേദപുസ്തകത്തിൽ നീ മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. ആ നഷ്ടപ്പെട്ടു പോയ ഒരു ഗണ മാലാഖമാരുടെ സ്ഥാനത്ത് നമ്മളെ ആക്കി വെച്ചപ്പോൾ ആ സ്ഥാനത്ത് നിന്ന് എന്നെയും നിങ്ങളെ മാറ്റുവാൻ വേണ്ടി സാത്താൻ നമ്മളെ പാപം ചെയ്യുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ആ പാപത്തിൻ്റെ പരിഹാരമാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇതിനെ ഏറ്റുപറയണം. ഏറ്റുപറയേണ്ട രീതി, നമ്മൾ ദൈവത്തിൻ്റെ സ്ഥാനാപതിയായ പുരോഹിതൻ്റെ അടുക്കൽ പാപങ്ങളെ ആത്മാർത്ഥമായി ഏറ്റുപറയുമ്പോൾ ആ പുരോഹിതനിൽ കൂടി നമുക്ക് ദൈവത്തിൻ്റെ വലിയ പാപമോചനം ലഭിക്കുകയും ചെയ്യും. ആ രീതിയിൽ യേശുതമ്പുരാൻ സ്ഥാപിച്ച പരിശുദ്ധ സ്നേഹന്മാരിൽ കൂടി പുരോഹിതന്മാരിൽ കൂടി ലഭിച്ച ഈ വലിയ അനുഭവം, ഇതൊരു സ്പിരിച്വൽ മെഡിസിനാണ്, ആത്മീയമായ മരുന്നാണ്. അതുകൊണ്ട് കൂടെ കൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളെ ഓർത്ത് ദുഃഖിച്ച് കണ്ണുനീരോടുകൂടി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾ ദൈവം തമ്പുരാൻ ക്ഷമിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. അങ്ങനെ ഈ പരിശുദ്ധമായ കൂദാശ ആത്മാർത്ഥമായി യോഗ്യമായി ദൈവസന്നിധി നടത്തുവാൻ ദൈവം തമ്പുരാൻ നമുക്ക് ശക്തി തരട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും എന്നെ ഇവിടേക്ക് ക്ഷണിച്ച ഈ സെമിനാരിയുടെ മാനേജരായ
ഔഗ്യൻ റമ്പാച്ചനുള്ളതായ നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ടും ഇത്രയും നേരം എന്നെ ശാന്തമായി കേട്ട നിങ്ങളെല്ലാവരോടും നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കുന്ന ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.